നമസ്തേ. പൊതുവെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഡിഷാണ് രസം. രസപ്പൊടി ഉണ്ടെങ്കിൽ അതിന് പ്രിപ്പറേഷൻ വളരെ എളുപ്പമാണ്. അമ്മ ഇന്ന് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാവുന്ന നാടൻ രസപ്പൊടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ അളവിൽ അമ്മയോട് തന്നെ ഒന്ന് ചോദിക്കാം. 1/4 കപ്പ് തുവരപ്പരിപ്പ്, 1/4 കപ്പ് ജീരകം, 1/2 കപ്പ് മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 10 വറ്റൽമുളക്, 2 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒരു ചുവടുകട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് ഈ ഒരു കളറാകുമ്പോൾ പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചേർക്കുന്നത് മല്ലിയാണ്. മല്ലിയെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. മല്ലി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വറക്കേണ്ടത് ജീരകമാണ്. ജീരകം പൊട്ടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതി. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ മാറ്റണം. ഇതൊന്നും കരിക്കരുത്. നന്നായിട്ട് മൂക്കുമ്പോൾ പാത്രത്തിൽ മാറ്റണം. ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഇവിടെ കളറിന് വേണ്ടി അമ്മ ഒരു 3 പിരിയൻമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇനി ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ എടുത്തു വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂക്കുമ്പോൾ വറുത്ത് പൊടിച്ച കായപ്പൊടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂക്കുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി വറുത്ത് വെച്ചതൊക്കെ നന്നായിട്ട് തണുക്കുമ്പോൾ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. രസപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. കുറേ അളവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ കുറേ കാലം കേടുകൂടാതിരിക്കും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ രസപ്പൊടി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മായമൊന്നും കലരാത്ത ഈ രസപ്പൊടി ഉണ്ടെങ്കിൽ കറിയൊക്കെ കുറവുള്ള ദിവസങ്ങളിൽ പെട്ടെന്നൊരു രസം ഉണ്ടാക്കി എടുക്കാം. ഈ നാടൻ രസപ്പൊടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.